നമസ്കാരം. ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് ചോക്ലേറ്റ് ഗണാഷ് നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റോ അതുപോലെ ക്രീമോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെയില്ല. വളരെ സിമ്പിളായിട്ട് വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ച് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. പിന്നെ ഈ ചാനൽ ഇന്ന് ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിൻ്റെ കൂടെ ഓപ്പൺ ആയി വരുന്ന ബോക്സിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എടുത്ത് അൺസാൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി ബട്ടർ നല്ലതുപോലെ ഒന്ന് മെൽറ്റായി വരട്ടെ. അപ്പോൾ ബട്ടർ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തോട്ടേക്ക് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് പാലാണ് ഞാൻ ചേർക്കുന്നത്. 250 ml കപ്പിന് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് കൊക്കോ പൗഡറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1/4 കപ്പ് കൊക്കോ പൗഡറാണ് ഞാനിപ്പോൾ അളന്ന് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്നുകിൽ തവി വെച്ച് മിക്സ് ചെയ്യുക, അതല്ലെങ്കിൽ നിങ്ങൾ വിസ്ക് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും തന്നെ കട്ടയില്ലാത്ത രീതിയിൽ വേണം നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇതിനകത്തോട്ടേക്ക് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഐസിങ് ഷുഗറായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 1/2 കപ്പ് തുടങ്ങി 1/4 കപ്പ് വരെയൊക്കെ ഉപയോഗിക്കാം. പൊടിച്ചതിന് ശേഷമുള്ള അളവാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ചേർത്ത് ഞാൻ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടിച്ച പഞ്ചസാര ചേർക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഞാനൊരു 1 ടേബിൾ സ്പൂണിനടുത്ത് കോൺഫ്ലോർ കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഐസിങ് ഷുഗറായിട്ട് തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ കോൺഫ്ലോർ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ജസ്റ്റ് ഞാൻ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുള്ളത് മാത്രമാണ്. അതുകൊണ്ട് ഞാൻ ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂണിനടുത്ത് കോൺഫ്ലോർ കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഇതിലോട്ടേക്ക് നമ്മുടെ ചോക്ലേറ്റ് ഗണേഷിന് നല്ലൊരു ടേസ്റ്റ് കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടേബിൾ സ്പൂണിനടുത്ത് കോഫി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എസൻസ് എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. വാനില എസൻസ് ഒക്കെ ഒഴിച്ചിട്ട് അങ്ങനെയും റെഡിയാക്കി എടുക്കാറുണ്ട്. അപ്പോൾ എസൻസ് വേണമെങ്കിൽ അതുകൂടി ആഡ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം എസൻസ് ഒന്നും ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കോൺഫ്ലോറൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് തിക്കായിട്ട് വരും. ഒത്തിരി അങ്ങ് കുറുക്കി എടുക്കരുത് കേട്ടോ. ഒരു ഏകദേശം ഒരു മീഡിയം കൺസിസ്റ്റൻസി ആകുമ്പോൾ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കേക്കിനകത്ത് ഒഴിക്കാനാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കണമെങ്കിൽ അതിനൊക്കെ കറക്റ്റായിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു മീഡിയം കൺസിസ്റ്റൻസി ആയിട്ട് നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ കോൺഫ്ലോർ ചേർക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ തുടങ്ങി മാക്സിമം 2 ടേബിൾ സ്പൂൺ വരെ ഈ ഒരു അളവിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒത്തിരി തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2-2.5 ടേബിൾ സ്പൂൺ വരെയൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം തിക്കായി വന്നിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറി കഴിയുമ്പോഴത്തേക്ക് ഒന്നുകൂടി കുറുകി വരും. അപ്പോൾ ഈ ഒരു പാകമാകുമ്പോൾ നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. ഇത് നല്ലതുപോലെ ഒന്ന് തണുത്ത് വന്നതിന് ശേഷം ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ അല്ലേ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ഒന്നും കയ്യിലില്ല എന്നാണെങ്കിൽ നമുക്ക് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം. പിന്നെ അതുപോലെ തന്നെ കോഫി പൗഡർ ചേർക്കുമ്പോൾ ഒരു പ്രത്യേകം ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതല്ലാതെ ചെയ്യുമ്പോഴും കോഫി പൗഡർ ചേർത്ത് ചെയ്യുമ്പോഴും ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കോഫി പൗഡർ ഒഴിവാക്കിയിട്ടും വേണമെങ്കിൽ ചെയ്തെടുക്കാം. പക്ഷേ കോഫി പൗഡർ കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടും. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷ് ആയി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.